കേരളത്തിലെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളത് ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുമെന്ന് ഉറപ്പല്ലേ? അതുപോലെ തന്നെ പ്രവാസികളായ മലയാളികൾ ഒന്നിച്ചു നിന്നാൽ രക്ഷപ്പെടുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഈ കഥ. ഷാർജയിൽ ജീവിക്കുന്ന 45 വയസ്സുകാരനായ മൂസക്കുട്ടി എന്ന വ്യക്തി നാട് കണ്ടിട്ട് 15 വർഷമാകുന്നു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ചെറുതാകുന്ന ഒരു വലിയ പ്രശ്നം ഇദ്ദേഹത്തിനുണ്ട്. അതിൽ നിന്ന് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ നമ്മൾക്കാകും. ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യണം. പോയാൽ നിങ്ങൾക്ക് ഒരു ഷെയർ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്കാകും. 1994 അബുദാബിയിൽ 19ാമത്തെ വയസ്സിൽ ഓഫീസ് ബോയ് ആയി തുടങ്ങിയതാണ് മൂസക്കുട്ടിയുടെ പ്രവാസ ജീവിതം. 2003 റാസൽ ഖൈമയിൽ സിമന്റ് ഉൾപ്പെടെ കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ വ്യാപാരം ആരംഭിച്ച മൂസക്കുട്ടിയുടെ സ്ഥാപനം ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു. മാത്രമല്ല ആഫ്രിക്കയിൽ വരെ ഇദ്ദേഹം സ്ഥാപനം തുടങ്ങി. ഇതിനു പുറമെ സ്ക്രാപ്പ്, മത്സ്യ വ്യാപാരം തുടങ്ങിയ പുതിയ മേഖലകളിലേക്കും ബിസിനസ് പടർന്നു കയറി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അറിയപ്പെടുന്ന പ്രവാസി വ്യവസായിയായി മൂസക്കുട്ടി മാറി. പക്ഷേ ആ കുതിപ്പിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കടമായി സാധനങ്ങൾ വാങ്ങിയ ചിലർ പണം തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് 2006 മൂസക്കുട്ടിയുടെ ബിസിനസ് നഷ്ടത്തിലാവുകയായിരുന്നു. പണം നൽകാനുണ്ടായിരുന്ന പലർക്കും സെക്യൂരിറ്റി ചെക്കുകൾ നൽകിയിരുന്നു. മൂസക്കുട്ടി തന്നെയായിരുന്നു ചെക്കുകളിൽ ഒപ്പുവെച്ചിരുന്നത്. രേഖപ്രകാരം കമ്പനിയുടെ 51% ഉടമസ്ഥയുള്ള സ്പോൺസർ സ്ഥാപനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തോടെ കഷ്ടകാലം ആരംഭിച്ചു. കമ്പനിയുടെ ചെക്കുകൾ മടങ്ങാൻ തുടങ്ങി. വണ്ടി ചെക്ക് കേസുമായി മൂസക്കുട്ടി പ്രതിയുമായി. കമ്പനിക്ക് കിട്ടാനുള്ള പണം സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് മാറി. പണം നൽകാനുണ്ടെന്ന് കാണിച്ച് സ്പോൺസർ മൂസക്കുട്ടിക്കെതിരെ റാസൽ ഖൈമ കോടതിയിൽ കേസും നൽകി. പിന്നീട് ഒട്ടേറെ ചെക്ക് കേസുകൾ മൂസക്കുട്ടിക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ടു. സാമ്പത്തിക കേസുകളിൽ കുരുങ്ങി 4-5 തവണയായി 5 വർഷം മൂസക്കുട്ടി ജയിലിൽ കിടന്നു. ഈ കേസിൽ സ്പോൺസർമാർക്ക് 15 ലക്ഷം ദിർഹാം നൽകുന്നതിന് കോടതി ഉത്തരവാവുകയും ചെയ്തു. അങ്ങനെ ചെക്ക് കേസും ജയിൽവാസവും മൂലം തളർന്ന മനസ്സും ശരീരവുമായി ഷാർജയിൽ കുടുങ്ങിക്കിടക്കുന്ന 45-കാരനായ മൂസക്കുട്ടി നാട് കണ്ടിട്ട് 15 വർഷത്തോളം ആകുന്നു. പക്ഷേ 15 ലക്ഷം ദിർഹത്തിന്റെ, അതായത് 3 കോടിയോളം രൂപ വരും. ഇതിന് ബാധ്യത തീർത്താൽ മാത്രമേ പട്ടാമ്പി മാട്ടായ സ്വദേശിയായ മൂസക്കുട്ടിയുടെ നിരോധനം അവസാനിക്കും. 2004 മൂസക്കുട്ടി അവസാനമായി നാട്ടിൽ പോയി വന്നത്. കേസിൽപ്പെട്ടതോടെ പാസ്പോർട്ട് കോടതിയിലാവുകയായിരുന്നു. 3 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം 2015 ജൂണിൽ പുറത്തിറങ്ങിയപ്പോഴേക്കും മൂസക്കുട്ടി തീർത്തും ദരിദ്രനായി മാറിക്കഴിഞ്ഞിരുന്നു. ഷാർജയിൽ ഒരു സുഹൃത്തിന്റെ കൂടിയായിരുന്നു ജയിൽ മോചിതനായ ശേഷം മൂസക്കുട്ടി താമസിച്ചിരുന്നത്. തുടർന്ന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ ഒരു പങ്കാളിയുമായി ചേർന്ന് പുതിയ വ്യാപാരം തുടങ്ങാനിരിക്കെ കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ഷാർജയിലെ കുവൈത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. മൂസക്കുട്ടിക്ക് പക്ഷാഘാതം പിടിപെട്ട് ശരീരത്തിന്റെ വലതുഭാഗം കൂടി തളർന്നുപോയി. പിന്നീട് 1.5 വർഷം മുമ്പ് മൂസക്കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് സഹായം തേടിയിരുന്നു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ മൂസക്കുട്ടിക്ക് നാട്ടിൽ പോകാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ശരിയായി കഴിഞ്ഞു. പക്ഷേ 15 ലക്ഷം ദിർഹം നൽകാതെ യാത്രാവിലക്ക് നീക്കാനാവില്ലെന്ന കടുത്ത നിർബന്ധത്തിലാണ് സ്പോൺസർ. ഭാരിച്ച തുക എങ്ങനെ കണ്ടെത്തണമെന്നറിയാതെ സഹായം തേടുകയാണ് 3 മക്കളടങ്ങുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബം. സന്ദർശന വിസയിൽ വന്നു പോകുന്ന ഭാര്യയും മക്കളുമാണ് മൂസക്കുട്ടിയെ ഇപ്പോൾ പരിചരിക്കുന്നത്. 20-കാരനായ മൂത്ത മകന്റെ 1000 ദിർഹം ശമ്പളം കൊണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. MA യൂസഫ് അലിക്കും BR ഷെട്ടിക്കുമൊപ്പം മികച്ച പ്രവാസി വ്യവസായിക്കുള്ള പുരസ്കാരം CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങിയ വ്യക്തി കൂടിയാണ് മൂസക്കുട്ടി. 80-ലേറെ പേരെ സ്വന്തം ചെലവിൽ നാട്ടിലേക്ക് കയറ്റിവിടുന്നത് ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ് മൂസക്കുട്ടി. മൂസക്കുട്ടിയെ കാണണം, സഹായിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തെ സഹായിക്കാവുന്നതാണ്.